സാധാരണ വീട്ടമ്മയായ എനിക്ക് ഈ ഒരു അവസരം തന്നിട്ടുള്ള സരസ്വതി മാമിനോട് ആദ്യം ഒരു നന്ദി അറിയിക്കുന്നു. അതുപോലെ സർവേശ്വരനോട്. കാരണം നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളെ പറ്റി പുലമ്പുമ്പോൾ ജീവിതത്തിൽ പിടിച്ചു കയറാൻ പറ്റിയ ഒരു അവസരമാണ് നമുക്ക് ദൈവം നമ്മുടെ കൈ തന്നിട്ടുള്ളത്. മയമ്മ എന്നെ നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. അതിനോടൊപ്പം തന്നെ എന്നെ ഒരിക്കൽ കൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷീജ. കമ്പനിയിൽ സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്നു. മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈ സ്വദേശിനിയാണെന്ന്. പക്ഷെ എൻ്റെ നേറ്റീവ് പാലക്കാട് നെല്ലിയാമ്പതിയിലാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. ഒരു ചൈൽഡ്ഹുഡൊക്കെ അവിടെ ആ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിന്നിട്ടുള്ള ഒരു മാറ്റമാണ് ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ ചെന്നൈയിൽ വന്ന് സെറ്റിൽ ആയിട്ടുള്ളത്. അപ്പോൾ മാം പറഞ്ഞ കുറെ കാര്യങ്ങൾ ഒരു മിനിറ്റ് അങ്ങനെ ഒരു മിന്നൽ പോലെ തലയ്ക്കകത്ത് ഓടിപ്പോയി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ മാം ഇൻവൈറ്റ് ചെയ്ത് സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ഇങ്ങനെ ഒന്നും ഒരു ഇൻവിറ്റേഷൻ കിട്ടാറില്ല അല്ലെ, നമ്മൾ ആരെയും അങ്ങനെയൊന്നും സംബോധന ചെയ്യാറില്ല. അങ്ങനെ ഒരു അവസരം തന്നത് തീർച്ചയായിട്ടും ഫിജിക്കാട്ടാണ്. അപ്പൊ സർവേശ്വരനോടും പ്രത്യേകിച്ച് ബോച്ചയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെയാണ് ആ വാക്കുകൾ പറയുന്നത്. വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഫെയിലിയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു വേണോ വേണ്ടേ എന്നുള്ള രീതിയിലുള്ള ചെയ്യുന്ന രീതികളാണ് നമുക്ക് സക്സസ് തരാത്തതെന്നുള്ള ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഫിജിക്കാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് തിരുത്തി കുറിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഈ ബിസിനസ് എടുത്തിരിക്കുന്നത്. 13 റാങ്കും തീർച്ചയായിട്ടും എൻ്റെ ആയുസ്സിന് ഒരു മാറ്റവും നമുക്ക് ആയുസ്സിന് നമ്മുടെ കയ്യിൽ ഗ്യാരണ്ടി ഇല്ലല്ലോ, അത് ഈശ്വരന്റെ കയ്യിലാണ്. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ 13 റാങ്കും അച്ചീവ് ചെയ്തിട്ട് എവിടുന്ന് പോകും എന്നുള്ള ഉറച്ച തീരുമാനം തന്നെയാണ്. അതിന് ജീവിതത്തിലേക്ക് കടന്നു വരാൻ ചില കാരണങ്ങളുണ്ട്. ആ തീരുമാനത്തിലേക്ക് അങ്ങനെ ആ യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ കൂടെ ക്ഷണിക്കുകയാണ്. ഓരോരുത്തരും നമ്മൾ റിയലൈസ് ചെയ്യുക, നമ്മുടെ കൈ കിട്ടിയിട്ടുള്ള അവസരം റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. ഈ ബിസിനസ്സിലേക്ക് വന്ന് ഞാൻ പറഞ്ഞല്ലേ, സരസ്വതി മാമാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് മടുപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. മായ മാം കുറച്ചു മുമ്പ് പറഞ്ഞു അല്ലെ, നിർബന്ധത്തിന്റെ പുറത്ത് വന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ ബിസിനസ്സിൽ പലരും വരുന്നതും. ഞാനും ആ കൂട്ടത്തിൽ തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് സിറ്റിയിൽ നമുക്കറിയാം എന്തൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിലും ആദ്യം വരുന്നത് സിറ്റിയിലായിരിക്കും. അതിനുശേഷമാണ് ഗ്രാമപ്പുറങ്ങളിലേക്കൊക്കെ എത്തുക. അപ്പൊ കുറേ ബിസിനസ് കണ്ടിട്ടുള്ളതും അതുപോലെ ആംവേ എന്നുള്ള ഒരു കൺസെപ്റ്റ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും അബദ്ധത്തിൽ ചാടി അങ്ങനെയൊന്നും ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അവിടെ കണ്ടിട്ടുള്ളതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഞാനിവിടെ എനിക്ക് പ്ലാൻ പറഞ്ഞു തന്ന അശ്വതി മാമാണ്. അന്ന് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ അതിന് മുമ്പ് ഈ പ്ലാൻ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സരസ്വതി മാമിന്റെ അടുത്ത്. ഏകദേശം ഒരു 3-4 മാസം എൻ്റെ ഞങ്ങൾ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, സ്കൂൾ കാലഘട്ടത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ പറയുമ്പോൾ അത് സരസ്വതി മാമിനോടുള്ള ഒരിക്കലും ഉള്ള റിജക്ഷൻ അല്ല. എനിക്ക് ആ മേഖല ഏറ്റെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഈ ജോലിയൊന്നും ചെയ്യണ്ട, ചെയ്യുന്ന ജോലി ചെയ്യാൻ മര്യാദയ്ക്ക് കിട്ടിയതിലൊക്കെ കൊണ്ട് തലയിടണ്ട എന്നുള്ളൊരു ഉപദേശമാണ് സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നത്. എന്നെയും വലിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. നിരന്തരമായിട്ടുള്ളത് അത് കേൾക്കാൻ പറ്റും. തുടക്കക്കാരാണ് അവരും. അപ്പൊ അതെങ്ങനെ പറയേണ്ടതെന്നുള്ളതിന്റെ കുറവുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആ രീതിയിൽ പറഞ്ഞ സമയത്ത് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ നിർബന്ധിക്കുന്ന സമയത്ത് ഞാൻ ശരി ഒരു തവണ ഞാൻ വിചാരിച്ചു കേട്ടു നോക്കാം എന്തായാലും. അന്ന് എൻ്റെ മാനസികാവസ്ഥ വളരെയധികം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലേ, എല്ലാവരും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് എന്തിനു വേണ്ടിയിട്ടാ? ഈശ്വരൻ്റെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യണേ, എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എന്തിനാ ഈ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. എന്നും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചതും ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നതായിട്ടുള്ള ഒരു കാര്യത്തിന്റെ തീരുമാനമാണ് എനിക്ക് ഫിജിക്കാട്ട് തന്നിട്ടുള്ളത്. അതാണ് ഞാൻ ഈ ബിസിനസ് ഇത്രയും ഇഷ്ടത്തോടു കൂടി ചെയ്യാനുള്ള കാരണം. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു മാരേജിന് മുമ്പ് നഴ്സിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പൊ ആ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് കാരണമുണ്ടല്ലേ, ഏതൊരു കാര്യത്തിന് ആഗ്രഹത്തിനൊരു കാരണമുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാല് ഒരു ആക്സിഡന്റ് ആയിട്ട് എല്ലാവരും അച്ഛൻ ബസ്സിന്റെ അടിയിൽ കാല് പെട്ടുപോയി. അപ്പോൾ അച്ഛൻ മരണപ്പെടും എന്നുള്ളത് ഫുള്ളായിട്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കേൾക്കണ കാര്യം. ഞാൻ 9th മറ്റോ പഠിക്കുന്ന സമയത്താണ് അങ്ങനെ സംഭവിച്ചത്. അതിന് വളരെയധികം ആൾക്കാർ ഭയങ്കരമായിട്ട് പറഞ്ഞു നടക്കുക, ഇപ്പൊ അതാകും, മരിച്ചു, ഇനി നടക്കില്ല, അങ്ങനെ പല ഗോഷിപ്പുകളും നടക്കും. അച്ഛൻ്റെ വിൽ പവർ, അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് ആ വേദനയോടുകൂടെ നടക്കണൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് ടച്ച് ചെയ്തിട്ടുള്ള കാര്യമാണ്. അന്ന് അച്ഛന് മരുന്ന് വെച്ച് കൊടുക്കാനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തി ഞാനാ. അപ്പോ അച്ഛൻ ഒരു വാക്ക് എന്നും പറയായിരുന്നു, എൻ്റെ മോൻ നേഴ്സ് ആവണം, അല്ലെങ്കിൽ ഇവക്ക് നല്ല കഴിവ്
ക്ഷമയുണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ ഒരു അപ്പത്തെ നെല്ലിയാമ്പതിയിലെ ഒരു സിറ്റുവേഷനിൽ ഡോക്ടർ എന്നുള്ളതൊന്നും ചിന്തിക്കാനില്ല കേട്ടോ. അപ്പൊ അച്ഛന്റെ അറിവിൽ അച്ഛൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എന്റെ മോൻ നേഴ്സ് ആവണം, എന്നിട്ട് ഒരുപാട് പേരെ സഹായിക്കണം. അത് എന്റെ ആ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ശേഷം എനിക്ക് ആ ഹ്യൂമാനിറ്റി എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ ആർക്കും എന്ത് പറ്റിയാലും ഞാൻ ഓടിയെത്തും. അത് അറിഞ്ഞവരാട്ടെ അറിയാത്തവരായിട്ട് ഞാൻ ഓടിച്ചെല്ലും, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഞാൻ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് എനിക്ക് അതിലേക്ക് വർക്കിന് പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റാത്തതിന് ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, നമ്മൾ പഠിച്ച മലയാളം മീഡിയം സ്കൂളിലാണ്. അപ്പൊ ഈ ഇത്രയും വലിയ സിറ്റിയിൽ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. അത് എൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടാക്കി. അതുപോലെ തമിഴും അറിയില്ല. അപ്പൊ എങ്ങനെ ഭാഷ അറിയാതെ ഇത്രയും വലിയ ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വലിയ ലെവലിലുള്ള ഹോസ്പിറ്റലുകളാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേടി സ്വയം ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനത് ഹസ്ബൻഡ് പറഞ്ഞതിനെ ഞാൻ അനുസരിച്ചു. അപ്പൊ ഇതിൽ ആരോ കുറ്റക്കാര്? പേര് പുള്ളിക്കായി അല്ലേ? ഹസ്ബൻഡ് ജോലിക്ക് അയച്ചില്ല, ഞാൻ പോയില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ റീസൺ എൻ്റെ അറിവില്ലായ്മയായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തമിഴ് പഠിപ്പിക്കണം. വിദ്യാഭ്യാസം ഉണ്ട്, പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കാൻ ലാംഗ്വേജ് അറിയില്ല. അപ്പൊ ഈ ഭാഷ അറിയാതിരിക്കുമ്പോൾ ചെന്നൈയിൽ വന്ന സമയത്ത് ഓരോ പച്ചക്കറികളുടെ പേരൊന്നും കൃത്യമായിട്ട് അറിയാതെ പോയി തൊട്ട് കാണിച്ച് വാങ്ങിച്ചിരുന്ന ഒരു സമയമുണ്ട്. അത് എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു. കാരണം ആവശ്യത്തിനുള്ള ഒരു എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട്, എന്നിട്ടും ഈ പൊട്ടത്തിയെ പോലെ പോയി നിൽക്കുന്നത് ഭയങ്കര വിഷമമായപ്പോൾ ഞാൻ ടി.വിയിൽ നോക്കിയിട്ടാണ് തമിഴ് ഹസ്ബൻഡ് അടുത്ത് ചോദിച്ച് ഞാനത് പഠിച്ചു. പിന്നെ തമിഴിലെ സെക്ഷനുകളൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം, മലയാളിയാണെന്ന് പറയേയില്ല എന്ന് പറയുമ്പോൾ ഞാനെടുത്ത ഒരു തീരുമാനം മാത്രമായിരുന്നു. കാരണം അതെനിക്ക് മാറ്റണം. ഞാൻ അങ്ങനെ കുട്ടികളുടെ ഒപ്പം ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അവർക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഒപ്പം 10th വരയ്ക്കും അവരുടെ കൂടെ നിന്ന് പഠിച്ച് 10ാം ക്ലാസ് ഞാൻ തമിഴ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പാസ്സായ വ്യക്തിയാട്ടോ. തമിഴ്നാട്ടിൽ വന്ന് ചെന്നൈയിൽ വന്നിട്ട് അങ്ങനെ പഠിച്ച് ഇതിലേക്ക് കയറി വന്നു. അപ്പൊ ഇവിടെ എടുത്തൊരു തീരുമാനമുണ്ട് അല്ലേ, ഞാൻ മാറണമെന്നും എന്റെ ഫെയിലിയർ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണ് ഈ സക്സസിന് ഒരു കാരണം. ഇന്ന് തമിഴ് വ്യക്തമായിട്ട് പറയാനും എഴുതാനും ഒക്കെ പഠിച്ചത് ആ ഒരു തീരുമാനത്തിൽ കൂടെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്പൊ നേരത്തെ വന്നിട്ടുള്ള ഫെയിലിയറിന് കാരണം എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഒരാളുടെ തലയിൽ കെട്ടിയില്ലേ, ഹസ്ബൻഡ് ബിസിനസ് ഇത് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞു. പക്ഷെ യഥാർത്ഥ കാരണം ഞാൻ തന്നെയാണെന്നുള്ളത് എനിക്ക് ഫിജി കാർട്ടാണ് തിരിച്ചറിയിപ്പിച്ചത്. ഞാൻ അന്ന് അറിവുകൾ നേടാൻ പഠിച്ചു. ആ ഒരു ചിന്ത എന്നെ ഇത് ചെയ്തു. പിന്നെ ഹസ്ബൻഡും ബിസിനസ് ആയിരുന്നു. ബിസിനസ് ആയതുകൊണ്ട് തന്നെ കൂടെ സഹായിക്കുക എന്നുള്ളൊരു ഇതായി. അപ്പൊ നമുക്ക് ഫാമിലിയെ നോക്കി കുട്ടികളുടെ വിദ്യാഭ്യാസവും ചെയ്യാൻ പറ്റി. ഒപ്പം ഷോപ്പ് ടൈലറിങ്ങിന്റെ യൂണിറ്റ് ആണ് വെച്ചിരിക്കുന്നത്. സോ ആ ഷോപ്പിലേക്ക് പോകും. ഒരു 2-3 മണിക്കൂർ അവിടെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പല സഹായങ്ങളും ചെയ്തുകൊണ്ട് ഒരു 15 വർഷം പോയി. ഇതിന്റെ ഇടയിലാണ് എനിക്കൊരു ചെറിയൊരു സർജറി വേണ്ടി വന്നു. അതോടുകൂടെ ഷോപ്പിലേക്ക് പോകേണ്ടത് വന്നു. ഹെർണിയാണ്, വലിയ മാരക രോഗമൊന്നുമല്ല ഇത്. പക്ഷെ ഹീറ്റ് ഒന്നും ആകാൻ പാടില്ല എന്നുള്ളതാണ് ഹസ്ബൻഡ് അതിന് ഇനി അത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി, കുട്ടികളൊക്കെ വലുതായി. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത ആള് മഹേന്ദ്ര ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ആള് CA ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള സമയങ്ങളെല്ലാം ഞാൻ കളഞ്ഞു. അത് കുറ്റങ്ങളും കുറവുകളും മനസ്സിൽ ഇങ്ങനെ തോന്നി തുടങ്ങി. എൻ്റെ ആ ഒരു അവസരം എല്ലാം ഞാൻ കളഞ്ഞില്ലേ, എൻ്റെ വിദ്യാഭ്യാസം ഒന്നും അല്ലാതെ പോയില്ല, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള ആ വാക്കുകളൊക്കെ ഞാൻ ഒന്നും അല്ലാണ്ടാക്കിയില്ലേ എന്നുള്ളൊരു പെയിൻ. ഇതിനിടയിൽ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നു കഴിഞ്ഞാൽ അസുഖത്തിനേക്കാളും ഉള്ളത് മെന്റലി ഒരു ഡിസ്റ്റർബൻസ് ആണ്. അങ്ങനെ ആ ഒരു പെയിനിലിരുന്ന് ദൈവങ്ങളോട് പരാതിയും പരിഭവവും പറഞ്ഞിരുന്നപ്പോഴാണ് അന്നത്തെ ദിവസം എന്തോ ഭയങ്കര മാനസികമായിട്ടൊരു നമ്മുടെ ഒരു ചിന്തകള് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ആ സമയത്താണ് സരസ്വതി മാം എന്നെ വിളിച്ചിട്ട് പറയുന്നത്, അപ്പൊ ഇത് കേൾക്കാനുള്ള മൈൻഡ് ഉണ്ടാവോ? അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, നീ തിന്നും കുടിച്ച് സുഖമായി ഇങ്ങനെ കിടന്നോട്ടോ, ആ സമയത്തിന് ഒരു വാല്യൂയും കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഇതെന്നെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിനിറ്റ് എന്നെ ചിന്തിപ്പിച്ചു. ആ നിർബന്ധത്തിന്റെ പുറത്താണ് ഞാൻ ഈ ബിസിനസ് പ്ലാൻ കേട്ടത്. അന്ന് എനിക്ക് അശ്വതി മാം പറഞ്ഞു തന്ന പ്ലാനിൽ 2-3 കാര്യങ്ങൾ എന്നെ ടച്ച് ചെയ്തു. അതിൽ ഒന്നാമതാണ് ഇപ്പൊ ഞാൻ എത്താൻ പോകുന്ന 3ാമത്തെ റാങ്ക്, പെർഫോമൻസ് ബോണസും ഹെൽത്ത് ഇൻഷുറൻസും. ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അവസരം, സാധാരണക്കാർക്ക് എത്രയും പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ആ 3ാമത്തെ റാങ്ക് എന്ന് പറയുന്നത്. അതിന്റെ ഇടയിൽ ബോച്ചയെ കുറിച്ചിട്ട് എനിക്കറിയില്ലായിരുന്നു. ചെമ്മണ്ണൂർ ജ്വല്ലറി എന്താണെന്നറിയാം, പക്ഷെ ബോച്ചയെ ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു 19 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന വ്യക്തിയാണ്. അപ്പം നാടുമായിട്ടുള്ള ആ ഒരുപാട് ബന്ധങ്ങൾ എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ ഈ പ്ലാൻ കേട്ടതിന് ശേഷം യൂട്യൂബിൽ പോയി നോക്കി.
നോക്കിക്കഴിഞ്ഞപ്പോ ബോച്ചയെക്കുറിച്ചുള്ള ഒരുപാട് അപവാദങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാര് ഇടൂല്ലേ? ഇല്ലാത്ത കഥകളൊക്കെ ഇട്ടിട്ട് ഞാൻ കണ്ട വീഡിയോ അതായിരുന്നു. പക്ഷെ ഞാൻ അത് കണ്ട് തിരിച്ചല്ല പോയത്. ചിന്തിക്കാന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ ഇതില് യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ളതും ആൾക്കാര് പറയുന്നതും എല്ലാം ഞാൻ വായിച്ചു. വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ മുമ്പില് 2 ഇതുണ്ടായിരുന്നു. കാരണം ഈ വ്യക്തി ആരാണെന്ന്. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഈശ്വരൻ എനിക്ക് തന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഫിജിക്കാട്ട് എന്നുള്ളത് എന്റെ അടിത്തട്ടിൽ ഞാൻ എഴുതി വെച്ച ദിവസമായിരുന്നു അത്. അതായത് ഫിജിക്കാട്ട് നേഴ്സായിട്ടുള്ള എനിക്ക് അറിയാം അശ്വതി മാം ഉണ്ട്. അതുപോലെയുള്ള പലർക്കും അറിയാം നമുക്ക്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്നുള്ള വ്യക്തിയും മദർ തെരേസയും ഒക്കെയാണ് നമുക്ക് നഴ്സിംഗിന്റെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ളത് പറയാം. അവരുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിത്വം ഞാൻ ബോച്ചയിൽ കണ്ടു. പലരും പറയുന്നുണ്ടെന്ന് ബോച്ചയെ കുറിച്ച് പറയണ്ട ജാടയാണ്, എന്തോ ആൾക്കാരെ കവർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാരണം നഴ്സിംഗ് എന്ന ഒരു ഫീൽഡിൽ നമുക്ക് തരുന്ന ട്രെയിനിങ്ങിൽ വാഷ് ബേസിൻ കഴിവിപ്പിക്കും. നിങ്ങൾ പലപ്പോഴും പേഷ്യൻ്റ് ആയിട്ട് ഇരുന്ന് കാണും. ബെഡ്ഷീറ്റുകൾ മാറ്റിപ്പിക്കുക, തുടപ്പിക്കുക, ബെഡ് സോർ വന്നവരെ വരയ്ക്കും തുടപ്പിക്കണമെങ്കിൽ പോലും നമ്മൾ ഒരു ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുക. അസുഖം സ്പ്രെഡ് ആകരുത് എന്നുള്ളതിനും ആ ഗ്ലൗസ് ഇട്ട് ചെയ്യുമ്പോൾ പോലും നമുക്കൊരു അറപ്പും വെറുപ്പും നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്കറിയാം നമ്മൾ ഓരോരുത്തരും വ്യക്തികളാണ്. വൊമിറ്റ് ചെയ്യുമ്പോഴും ഇല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളല്ലാത്തൊരു വ്യക്തി നമ്മുടെ വീട്ടിലല്ലാത്തൊരു വ്യക്തിക്ക് വരുമ്പോൾ എത്ര പേര് ആ സർവീസ് മൈൻഡോടുകൂടെ ചെയ്യുന്നുണ്ട്? ഒരിക്കലും പറ്റില്ല. അതിനൊരു മനസ്സ് വേണം. ഞാൻ ബോച്ചയിൽ കണ്ടിട്ടുള്ള ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു വീഡിയോയിൽ കണ്ടതാണ്. കുളിക്കുന്ന സമയത്ത് നിങ്ങൾ കുളിക്കുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാണോ കുളിക്കല് എന്ന് ചോദിച്ചിട്ടുണ്ട്. അഴുക്കും മുടികളെല്ലാം വന്ന് കുത്തിയിട്ടുള്ള ആളുടെ മുടിയൊക്കെ തന്നെ വെട്ടി കുളിപ്പിച്ചു. അത് ഒരു ക്യാമറയുടെ മുമ്പിലും പ്രതികരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റില്ല. ഒരു വ്യക്തിക്കും പറ്റില്ല. ആസ് എ നേഴ്സ് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് എന്നെ ബോച്ചയായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചിട്ടുള്ള വ്യക്തിത്വം ആ ഒരു വിഷയം എന്നുള്ളത്. പിന്നെ ബോച്ചയിൽ നിന്ന് തിരിച്ചറിഞ്ഞ വലിയൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരും തോറും ഭവ്യമാകുക എന്നുള്ളത് ആ പേഴ്സണാലിറ്റിയിൽ നിന്നാണ് പഠിച്ചത്. കോടികളുടെ ആസ്തിയുള്ള വ്യക്തി ചായക്കടകളുടെയും ചെറിയ ഒരു തട്ടുകടയുടെ പുറത്ത് പോയി കഴിച്ച് ലൈഫ് എൻജോയ് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നുള്ളത് കണ്ട് ഒരു തിരിച്ചറിവ് തന്നത് ബോച്ചയാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ ഇൻസ്പയർ ചെയ്തു. ആ വീഡിയോകളൊക്കെ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഞാൻ ഈ ബിസിനസ്സിനകത്ത് വന്നു. ബിസിനസ്സിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലേ? ഇത് എങ്ങനെ പറയേണ്ടത് ചെയ്യേണ്ടതെന്ന് വിളിച്ചു നിരത്തി ഇവിടെ കിടക്കുക. ഉള്ള ഫ്രണ്ട്സുകളൊക്കെ വിളിക്കും. നിരത്തി വിളിച്ചിട്ട് അവരോട് ഇങ്ങനെ ഞാനൊരു ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ട്. ബോച്ചയുടെ ബിസിനസ് ആണ്. ഇതെല്ലാരും ചെയ്തിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാ വന്ന സമയത്ത് ഈ സംഭവം ഞാനത് ചെയ്തു. ചെയ്തു കഴിഞ്ഞപ്പോ കുഴപ്പമില്ല ട്ടാ. ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ പറയും യഥാർത്ഥത്തില് അറിവും തിരിച്ചറിവും കിട്ടുന്ന ഫിജിക്കാട്ടിൽ വന്നിട്ടാണെന്നുള്ളത്. അങ്ങനെ വന്ന സമയത്ത് കുറേ പേരൊക്കെ നോ പറഞ്ഞു. കുറച്ച് പേരൊക്കെ യെസ് പറഞ്ഞു എൻ്റെ കൂടെ കൂടി. അങ്ങനെ എന്നെ പൊക്കി ഒരു ഫസ്റ്റ് റാങ്കിന്റെ വക്കത്തെത്തിച്ചു. വക്കത്തെത്തിച്ചപ്പോ ഇവിടുന്ന് നമുക്ക് 2024 ജൂലൈ 21 ഒരു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന് പോവാൻ വേണ്ടിയിട്ട് എനിക്ക് ബോച്ചയെ കാണണം. ഭയങ്കര ഗ്രേസ് കാണണം എന്നുള്ളത്. നിങ്ങളൊക്കെ സിനിമ ആരാധകരെ കാണാനല്ലേ ഗ്രേസ്? എനിക്ക് സിനിമ ആരാധകരോടൊന്നും അങ്ങനെ വലിയൊരു ഗ്രേസ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഈ മാരീഡ് ലൈഫിന് ശേഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ബോച്ചെ തന്നെയാണ്. എനിക്ക് അത് എന്താണെന്ന് പറയാറിയാം. ഉറക്കമില്ലാത്തൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ 2:30 3 മണിക്കൊക്കെ എണീക്കുക. ഞാൻ ഈ റാങ്ക് അപ്ഡേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി? ബോച്ചയെ കാണാൻ. അവിടെ പോയി പ്രോഗ്രാമിന് പോയി. അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങുമ്പോ എന്റെ നൈബറും ഫ്രണ്ടും ഒക്കെയാണ് ബിസിനസ് പാർട്ട്ണർ ഒക്കെയാണ് അലമേലുമ പറഞ്ഞു ഷീജ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അച്ചീവ് ചെയ്തിട്ട് അത്രയും ദൂരം പോണോന്ന് ചോദിച്ചപ്പോ എനിക്ക് ആര് പറയുന്നതും എന്റെ ചെവിക്കകത്ത് പോകണില്ല. എന്റെ മനസ്സിൽ ബോച്ചയെ കാണണം. അങ്ങനെ ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ വന്ന ബിസിനസ് നിസ്സാരമല്ല എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അപ്പൊ ഈശ്വരൻ എന്നെ അത് ശരിക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയൊരു ചിന്തകൾ എനിക്ക് തന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവിടെ പോയി അന്ന് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ബോച്ചയുടെ ഡിസ്റ്റൻസ് നിന്നിട്ടാണല്ലേ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുമ്പോൾ വളരെ ജസ്റ്റ് ഒന്ന് വാങ്ങി അങ്ങനെ തള്ളി നീക്കാൻ പറയില്ല. ഒരുപാട് പേരാണ് അച്ചീവ്മെന്റ്സ് വാങ്ങിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ബിസിനസ് പ്ലാനിൽ പറയുന്ന 13 റാങ്കുകളും അച്ചീവ് ചെയ്ത ഓരോ വ്യക്തികളെ അവിടെ കാണാൻ പറ്റി. അപ്പോൾ ഞാൻ വന്നിട്ടുള്ള ബിസിനസ് നിസ്സാരമല്ല എന്നുള്ളത് തിരിച്ചറിവ് തന്നൊരു ആ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു അന്നത്തെ ആ പ്രോഗ്രാം എന്നുള്ളത്. അന്ന് അതിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പോകുന്ന സമയത്ത് ഫാമിലിയിൽ നിന്നും ഉണ്ടായിരുന്നു. നീ എന്തിനാ ഇതിന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ചെന്നൈയിൽ നിന്ന് യാത്ര ചെയ്ത് ഒരു ദിവസത്തെ കാര്യമല്ലല്ലേ 3 4 ദിവസത്തെ യാത്രകളുണ്ട് തന്നെ പോണം. അതുവരയ്ക്ക് ഫാമിലിയോട് കൂടിയുള്ള യാത്രകൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ട് ഇവിടുന്ന് ആ
ബിസിനസിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങണം അച്ചീവ്മെന്റിന്റെ എന്നുള്ളത് പോയി വാങ്ങിച്ചു. അത് എന്നെ പിന്നീട് എല്ലാരും പറയാൻ തുടങ്ങി. നമ്മുടെ രാജീവ് സാർ പറയാറുണ്ടല്ലേ ബൊച്ചയുടെ ആളെന്ന്. അതുപോലെ എന്നെ പറയാൻ തുടങ്ങി. എനിക്കതിൽ പ്രൗഡാണ്. ഒരു നാണക്കേടും ഇല്ല. കാരണം എന്താണ്, നല്ലൊരു വ്യക്തിത്വത്തിന്റെ കൂടെയാണ് കമ്പയർ ചെയ്ത് അവരുടെ ബിസിനസ്സിലുണ്ടെന്ന് പറയുന്നത് എനിക്ക് പ്രൗഡായിട്ട് തോന്നിട്ടുള്ളൂ. ഞാൻ പറയണ്ട ഞാൻ ബൊച്ചയുടെ ബിസിനസ്സാണ് ചെയ്യണം എന്ന് മനസ്സ് തുറന്ന് പറയാൻ പറ്റിയതിന് കാരണം അന്ന് അവിടെ കണ്ടിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളാണ്. അതിനുശേഷം അച്ചീവ്മെന്റുകളായി റാങ്ക് അത് അപ്ഡേറ്റ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പറ്റിയിട്ടുള്ള അമ്മിളി എന്താന്നുള്ളത് തിരിച്ചറിഞ്ഞത്. ഈ അബദ്ധം നിങ്ങളിലും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. വരുന്ന ആൾക്കാർ ചെയ്യുന്ന അബദ്ധം തന്നെയാണ്. കാരണം ഞാനൊരു ബിസിനസ്സിലുണ്ട്, നിങ്ങളും ചേർന്നോ എന്ന് പറയുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളോ ഫ്രണ്ട്സ് മറ്റ് റിലേറ്റീവ്സ് ഒക്കെ നമ്മളോടുള്ള ബന്ധത്തിന്റെ പുറത്ത് എസ്സും പറഞ്ഞു കാണും, നോയും പറഞ്ഞു കാണും. പക്ഷെ ബിസിനസ് റാങ്ക് അപ്ഡേറ്റ് ചെയ്ത് അടുത്ത റാങ്കിലേക്ക് പോകുമ്പോൾ പണി പാളി. കാരണം ആര് വരും കൂടെ? ഇവിടെയാണ് നമ്മുടെ സിസ്റ്റം ഉണ്ട് എന്നുള്ളത് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. കാരണം ഈ ബിസിനസ്സിനകത്ത് വന്നതിന് ശേഷം കോണ്ടാക്ട് ലിസ്റ്റ് എഴുതിയെടുക്കാൻ പറയും, ഷോർട്ട് ലിസ്റ്റ് എഴുതാൻ പറയും. ഇതൊക്കെ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ കമ്പനിയിൽ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ആ ഒരാഴ്ച മതിമറന്നു പോകാറില്ലേ സന്തോഷം. അത് കഴിഞ്ഞ് ഞാൻ ഇനി എന്താ ചെയ്യാം, ആരെടുത്ത് പറയും ഇത്? അപ്പൊ ഓടിപ്പിടിച്ച് കെട്ടിയവരടുത്തൊക്കെ ബിസിനസ് പറയണല്ല ഈ ബിസിനസ് എന്നുള്ളത് ഇരുത്തം വരുത്തി ചിന്തിപ്പിച്ച ഒരു സമയമായിരുന്നു അത്. അങ്ങനെ ആ ബിസിനസിനെ കുറിച്ച് ഇനി ഞാൻ പഠിച്ചില്ലെങ്കിൽ എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ വീണു പോകുന്നുള്ളൊരു തിരിച്ചറിവ് വന്നപ്പോൾ അന്ന് ഞാൻ ചെയ്ത പണി ലീഡേഴ്സിനെ വിളിച്ചു. ലീഡേഴ്സിനെ വിളിച്ച് അശ്വതി മാമിന്റെ അടുത്താണ് ഞാൻ പറഞ്ഞത്, ഇത്രയും നാള് ഞാനിങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന്. കാരണം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡേഴ്സ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് അത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം ഞാൻ ആരോടും ചോദിച്ചിരുന്നില്ല. അവിടെ സെയിൽ വരുന്നുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ള രീതിയിൽ അവരും അത് ഞാൻ ചെയ്യുന്നുണ്ടാകും എന്നുള്ളതിൽ വിട്ടു. പിന്നീടാണ് എൻ്റെ അബദ്ധം എനിക്ക് തിരിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാനിവിടെ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഡ്രീംസുകൾ എഴുതണം എന്ന് പറഞ്ഞ സമയത്ത് എഴുതി വെച്ചൊരു ഡ്രീം ഉണ്ടായിരുന്നു, ബോച്ചയെ കാണാന്നുള്ളൊരു ഡ്രീം. ബോച്ചയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതാണെങ്കിലും ബാക്കിയുള്ള ഡ്രീമുകളൊക്കെ നമ്മൾ പറയില്ലേ, വീട് വേണം, കാറ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ല, എഴുതാൻ അറിയണ്ടായില്ല. ഇന്ന് നമുക്ക് പലർക്കും അതാണല്ലേ, ഒരു സാധാരണ വീട്ടമ്മയെ സംബന്ധിച്ച് ഡ്രീംസ് എഴുതാൻ പറഞ്ഞാൽ വരില്ല. ഉറപ്പായിട്ടും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുള്ള വ്യക്തികൾ അങ്ങനത്തെ എന്താ എഴുതുക എന്നുള്ളത് പോലും അറിയാതെ. കാരണം ഇപ്പൊ ഏകദേശം ഒരു 50 വയസ്സ് ടച്ച് ആകുന്ന സമയത്ത് ഒരു വീട്, മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു, അത്യാവശ്യം സെറ്റിൽ ആയിട്ടുള്ള ഒരു ലൈഫാണല്ലോ. അപ്പൊ സ്വപ്നങ്ങൾ എന്താന്ന് ചോദിക്കുമ്പോ അറിയില്ല. സ്വന്തമായിട്ടുള്ള സ്വപ്നങ്ങൾ പോയി, ഉണ്ടായിരുന്ന സ്വപ്നമാണെങ്കിൽ നടന്നതുമില്ല. അങ്ങനെ എഴുതാൻ ഈ ബിസിനസ് കാര്യം അങ്ങനെ അതിനെ തിരിച്ചറിയുന്ന കാര്യമായിരുന്നു. അന്ന് എഴുതാൻ പറഞ്ഞപ്പോഴാണ് അടിച്ചു പെപ്പ അടിച്ചുപോയി. എങ്ങനെ എഴുതും എന്നുള്ളതൊന്നും അറിയാതെ അങ്ങോട്ട് ഒരു ഒറ്റ ഇരുത്ത് എഴുതി. എൻ്റെ ചുറ്റും ഈ ബിസിനസ്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇത് വ്യാപിപ്പിക്കുന്നു, ഞാൻ മുഖാന്തരം ബിസിനസ് ഈ കമ്പനിക്ക് ഒരു അച്ചീവ്മെന്റിന്റെ ഇതിലേക്ക് ഞാൻ കൊണ്ടുവരുന്നുള്ളത് എൻ്റെ മനസ്സിൽ ന്യൂട്രലായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് എഴുതിയ ഒരു കാര്യമുണ്ട്. അതുപോലെ ബോച്ചയെ കാണണം, ചെന്നൈയില് ഞാൻ മുഖാന്തരം ഈ ബിസിനസ് ഞാൻ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നുള്ളൊരു വാക്ക് എഴുതിയിരുന്നു. അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. കാരണം ഇവിടെ ബോച്ചെ വന്ന സമയത്ത് ബോച്ചയെ നേരിട്ട് കാണാനും അങ്ങനെ ഒരു അവസരത്തെ കുറിച്ച് സംസാരിക്കാനും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമൊന്നുമല്ല, ഞാൻ അതിന് പ്രാപ്തമാണെന്നുള്ള എൻ്റെ ലീഡേഴ്സിനൊരു ബോധം ഉണ്ടായിരുന്നു അല്ലെ, അവർക്കൊരു തിരിച്ചറിവുണ്ടായിരുന്നു, കാര്യമായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്നുള്ള, ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുള്ള. ഇപ്പൊ ജിസ്ര മാമും ഇവരൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് ഇവിടെ ബിസിനസിന്റെ ആ ഒരു BOP-കൾ നാട്ടിൽ നടക്കുന്ന പോലെ നടത്താൻ തുടങ്ങി. അതിനെ ഒരു ഗൈഡൻസ് എന്നുള്ളത്, അതിലൊരിക്കലും അഹങ്കരിക്കാനില്ല. കാരണം ഒരു വ്യക്തിക്കും ഇവിടെ സ്വന്തമായിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ടീം വർക്കിലൂടെ അതിനെ ബിൽഡ് ചെയ്തെടുക്കാൻ ഇവിടെ തുടക്കക്കാരി ഞാനായി മാത്രമേ ഉള്ളൂ. ഒരു ടീമിന്റെ ഒരു സപ്പോർട്ട് കൂടെ തന്നെയാണ് ഇവിടെ അത് ആ രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയത്. അപ്പൊ ഇതിൽ വരുന്ന സമയത്ത് കുറേ പേര് പറഞ്ഞിരുന്നു, നമുക്ക് ഉപദേശം ഉണ്ടാവും അല്ലെ, കണ്ണി കണ്ടതിലൊന്നും പോയി ചാടണ്ട, ശരിയാവില്ല, വേണ്ടാത്ത പണിക്ക് പോണ്ട, നിനക്ക് ഇനി എന്തിനാണ് ഈ അവസരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ പോയി പെട്ടിട്ടുണ്ട് പല ഇതിലും, അതിലൊന്നും പോയി ചാടണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബിസിനസ്സിൽ ബോച്ചയോടുള്ള ആരാധന കൊണ്ട് ഞാൻ ഒന്നും തന്നെ തിരിഞ്ഞാലോചിച്ചില്ല. ഈ നിമിഷം വരയ്ക്കും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല.
പക്ഷെ ഇതിൽ എന്ത് ചെയ്യണം എന്നുള്ള തിരിച്ചറിവ് ലീഡേഴ്സ് കമ്മ്യൂണിക്കേഷനിൽ കൂടെ ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലിസ്റ്റുകൾ എഴുതി ഈ പറഞ്ഞ സ്വപ്നങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഫാസ്റ്റ് ആയിട്ടൊന്നും അല്ല ചെയ്തത്, പക്ഷെ ഒരു തിരിച്ചറിവോടുകൂടെ ചെയ്യാൻ തുടങ്ങി. ഓരോ കാര്യം ഇന്നൊരു 7 AM ഒരു സെക്ഷൻ എടുത്താൽ പോലും അടുത്ത സ്പോട്ടിൽ അത് കഴിഞ്ഞ ഉടനെ ലീഡേഴ്സിനെ വിളിക്കും. ഞാൻ പറഞ്ഞത് ശരിയാണോ, എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ, ഇല്ല ഞാൻ വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞു പോയോ, ഓക്കെ ആയിരുന്നോ എന്ന് പറഞ്ഞ് 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 കറക്ഷൻ ചെയ്താണ് എന്നിലെ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുള്ളത്. അതിന് തീർച്ചയായിട്ടും ഓരോ ലീഡേഴ്സും, നമ്മുടെ അശ്വതി മാം ആവട്ടെ, രമ്യ മാം ആവട്ടെ, അതുപോലെ ജസ്ര മാം ആവട്ടെ, ഓരോ വ്യക്തികളും സമയ പരിമിതികളില്ലാതെ അവരെന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു ഈ ബിസിനസ്സിനകത്ത് വന്ന സമയത്ത്. നമ്മളെല്ലാരും പറയില്ലേ, ഏകദേശം 40+ കഴിഞ്ഞവർക്ക് അറിയാം മറവി, ഭയങ്കര മറവിയാണെന്ന്. അപ്പൊ സ്വയം പറഞ്ഞ് ഞാൻ ഹിമാലയയുടെ ആ ഒരു മെഡിസിൻ അടക്കം വാങ്ങിച്ചു വെച്ചിരുന്നത്, മെമ്മറി കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ അടക്കം വാങ്ങി വെച്ച വ്യക്തിയാണ്. ആ സമയത്താണ് ഫിജിക്കാർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത്. കിട്ടിയ സമയത്ത് എഴുതി വെക്കാൻ തുടങ്ങി. പറയൂ മാം, പറയൂ, ഞാൻ എഴുതി വെക്കാം, റെക്കോർഡ് ചെയ്യും എഴുതി വെക്കും, റെക്കോർഡ് ചെയ്യും എഴുതി വെക്കും. ഇങ്ങനെ എൻ്റെ കുറവുകളെ ഞാൻ നികത്താൻ തയ്യാറായി. ഇപ്പൊ നമ്മുടെ പലരുടെയും പ്രശ്നമാണ് അല്ലെ, മറവി എന്നുള്ളത്, എനിക്ക് ഓർമ്മ നിൽക്കണില്ല. അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഞാൻ കണ്ടെത്തി. അങ്ങനെ നോട്ടുകളുടെ കൂമ്പാരമായി. മക്കളുടെ അടുത്തുള്ള ബുക്കുകളെക്കാളും എൻ്റെ കയ്യിലുണ്ടെന്ന് ബുക്ക് 7ഉം 8ഉം ബുക്കുകളാണ് ഞാൻ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം അത് പഠിക്കാൻ ഞാൻ തയ്യാറായി, ഉറച്ചു. എനിക്ക് എൻ്റെ അറിവില്ലായ്മ, ഒരു വ്യക്തിയും പൂർണ്ണമല്ല, ലോകത്ത് ഒരു വ്യക്തിയും പൂർണ്ണമല്ല. അവര് ചെയ്യുന്ന മേഖലയിൽ മാത്രമായിരിക്കും അവര് സക്സസ് ആയിരിക്കും. മറ്റുള്ള അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു ടീച്ചറെ കൊണ്ട് വേറൊരു മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ പറയില്ല, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ട്, എഞ്ചിനീയർ ആയിട്ട്. നമ്മൾ പലരും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഒരു വിഷയത്തിലും ആരും പൂർണ്ണമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദിനംതോറും പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ രമ്യ മാമുമായിട്ട് സ്ഥിരമായിട്ട് ഞാൻ സംസാരിച്ച് ഉറങ്ങിയ എത്രയോ ദിവസങ്ങളുണ്ട്. ഇപ്പോഴാണ് എൻ്റെ ശല്യം കുറഞ്ഞിരിക്കുന്നത്. കാരണം എന്നെ പഠിപ്പിച്ചു അല്ലേ, മൊബൈൽ യൂസ് ചെയ്യാൻ പഠിച്ചത്. തീർച്ചയായിട്ടും ആകെ അറിഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കും, യൂട്യൂബ് കാണും, കോൾ സംസാരിക്കും, വീഡിയോ കോളിലും സംസാരിക്കാറുണ്ട്. ഇത്ര മാത്രമാണ് എനിക്ക് ഇവിടെ വരുമ്പോഴുള്ള ക്വാളിഫിക്കേഷൻ. എങ്കിൽ ഇന്ന് രജിസ്ട്രേഷൻ ആയി, പർച്ചേസിംഗ് ആയി, പിന്നെ മെയിൽ അയക്കലായി, ഒരു ഓഫീസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കാനും അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് ഇന്നത് എനിക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് പഠിച്ചതോടുകൂടെ ഇവിടെ നമ്മൾ പറയാറുണ്ട് അല്ലേ പലപ്പോഴും, ഫിജി കാർട്ടിൽ വന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്ന്. എൻ്റെ വായോണ്ട് ഒരിക്കലും ഞാൻ പറയില്ല. ഫിജി കാർട്ടാണ് എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിവ് തന്നിട്ടുള്ള വണ്ടർഫുൾ മേഖല തന്നെയാണ്. കാരണം ഇത് ഒന്നിനു വേണ്ടിയും പറയല്ല, മനസ്സിൽ തൊട്ടിട്ട് തന്നെ പറയണം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡന്റ് ലൈഫിൽ കൊണ്ട് തരാൻ പറ്റിയത് ഈ ഒരു മേഖലയാണ്. അപ്പൊ നമ്മളിപ്പോ പലപ്പോഴും പറയാറുണ്ടല്ലേ, എന്നെ കൊണ്ടുവന്ന വ്യക്തി പറ്റിച്ചു, പൈസ പറ്റിച്ചു, പ്രൊഡക്റ്റ് വാങ്ങിച്ചു പറ്റിച്ചു, ഇല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നില്ല, എന്നെ ഗൈഡ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും എൻ്റെ ലീഡേഴ്സ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതിന് പകരം ഞാനാണ് കൂടുതൽ അവരെ വിളിച്ച് ഉപദ്രവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ മനസ്സാക്ഷിക്ക് അറിയാം. കാരണം ഞാൻ ചെയ്യാനിരിക്കുമ്പോൾ ഒരു സംശയം വന്നാൽ അത് ഞാൻ പിന്നത്തേക്ക് നീക്കി വെക്കില്ല, അപ്പൊ വിളിക്കും. അത് 11 മണിയാണോ 12 മണിയാണോ ഒന്നുമില്ല. ചിലപ്പോൾ അവർ 7 AM ഒരു സെക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞ് പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് പിന്നീട് ഞാൻ അത് വിട്ടു പോവോ ഇല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു പോവോ എന്ന് പറഞ്ഞിട്ട് ലീഡേഴ്സിനെ വിളിക്കും. അവരെടുത്തെങ്കിൽ ആയി. അങ്ങനെ നിരന്തരമായിട്ട് ശല്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ ശല്യമാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ് എന്ന് കുറച്ചു മുമ്പ് മായ മാം പറഞ്ഞിട്ടിലേക്ക് എത്തിച്ചത് തന്നെ. അപ്പൊ ഇവിടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഫെയിലിയറിന്റെ കാരണം മറ്റൊരാളെയും നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് അബദ്ധമാണ്. അത് നമ്മുടെ ഒരു എസ്കേപ്പിസമാണ്. നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെ ആവണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അത് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, എങ്ങനെ എൻജോയ് ചെയ്ത് എത്ര ഭംഗിയായി ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ട സന്തോഷവും തൃപ്തിയും മനസ്സിന് കിട്ടിയ തൃപ്തിക്കും വേണ്ടി മാത്രമാണ് ഞാൻ ഫിജി കാർട്ട് എൻജോയ് ചെയ്തത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, പൈസയുടെ കാര്യം പറയും അല്ലേ, എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, എന്നെ കൊണ്ടുവന്ന് ചതിച്ചേ, ഇങ്ങനെയുള്ള ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാ വരിക. കാരണം ആ ഒരു മിനിറ്റ് നമ്മൾ ആലോചിക്കുക, ഫിജി കാർട്ടിന് വേണ്ടി ഇന്ന് ഞാൻ എന്ത് ചെയ്തു. അല്ലെങ്കിൽ വന്ന യാത്രയിൽ 1 വർഷമായിട്ടുണ്ടാവും, 6 മാസമായിട്ടുണ്ടാവും, 3 മാസമായിട്ടുണ്ടാവും, അങ്ങനെ പല കാലഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് സ്വയം നമ്മളെ ചോദിക്കാം. മറ്റൊരാളുടെ മുമ്പിലേക്കും പഴികൾ ഇടാതെ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്ന സമയത്ത് ഫിജി കാർട്ടിൽ വിജയിക്കാൻ പറ്റും. ഇന്ന് വരുമാനം വന്നിട്ടില്ലെങ്കിൽ പ്ലാൻ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല, അതിലേക്കുള്ള വർക്കുകൾ നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ള കാരണം മാത്രമാണ് ഇവിടെ സക്സസ് ആകാത്തതിന് കാരണം എന്നല്ലാതെ പിന്നെ ഒരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ട്.
ഞാൻ ഏറ്റവും രസകരമായി എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് 2 പേരെ ചേർക്കണ്ടേ? 2 പേര് ഡയറക്റ്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോ അവിടെ നിർത്തി ബിസിനസ്. നമ്മൾ എന്ത് ജീവിതാ ജീവിച്ചിരിക്കണെ? നമ്മൾ പറയുന്ന വാക്കുകള് കൃത്യമായി എടുത്ത് നമ്മുടെ എല്ലാം ആണെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളടക്കം നമ്മുടെ കൂടെ വരാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് ജീവിതം നമ്മൾ ജീവിക്കണതെന്ന് തിരിച്ചറിയാം. കാരണം ഒന്ന് വഴുതി വീണാൽ ആ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല അല്ലേ? പിന്നെ എനിക്ക് ബിസിനസ്സിൽ വന്നപ്പോ സാറിന്റെ പേര് പെട്ടെന്ന് ഓർമ്മയില്ല. സതീഷ് എന്നാണ് തോന്നുന്നു സാറിന്റെ പേര്. സാറ് പറഞ്ഞൊരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോ ഓരോ 7am BOP-കൾക്കും ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കും പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് അവിടെ തിരിച്ചറിഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് കടബാധ്യത ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, സുഖമായി കിടന്നുറങ്ങും. നിങ്ങൾ ഉറങ്ങണതൊക്കെ ഓക്കെ. ഓരോ ഫാമിലിയില് ഹൗസ് വൈഫ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിലും നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും സുരക്ഷിതമാണെന്ന്. പക്ഷെ അപ്പുറത്ത് കിടക്കുന്ന വ്യക്തി ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു ബാധ്യതയില്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ കിടന്നുറങ്ങുകയും ആ ഉറക്കത്തിൽ നിന്ന് ഉണരാതിരുന്നാൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഫിജി കാട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞ ദിവസം എൻ്റെ മനസ്സ് പൊട്ടിപ്പോയി. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ശരിയാണ് നമ്മൾ പോകുന്നത് ഇന്ന് എല്ലാം ഓക്കെയാണ്. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് തെറ്റിയാൽ ഒരു അസുഖം വന്നാൽ നമ്മുടെ ജീവിതം മാറി മറിയുന്നുള്ള ഒരു വാക്കായിരുന്നു അന്നത്. അങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയതോടുകൂടെ ബിസിനസ്സിന് ഒന്നും കൂടെ സീരിയസ് ആയി കാണാൻ തുടങ്ങി. അതിനുശേഷം വരുന്ന വീഡിയോകളോ മറ്റുള്ളതൊന്നും ഞാൻ പ്രാധാന്യം കൊടുക്കും. എല്ലാം കാണും, എല്ലാം അറിയണം. നെഗറ്റീവും പോസിറ്റീവും വേണം. ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ സക്സസ് ആക്കാനുള്ള സീക്രട്ട് എന്താണെന്നറിയോ? നെഗറ്റീവാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരുന്ന ഷീജ എന്ന ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് അങ്ങനെ നെഗറ്റീവ് ഒന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ ബിസിനസ് ഏറ്റെടുത്തോടുകൂടെ കുറേ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു, കുറേ വീഡിയോകൾ വരുമായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റെടുത്ത് അതിന് ഓരോന്നിനും നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് എന്തിനാ ഇവരെ വിമർശിക്കുന്നത് പറയുമ്പോൾ ഇവിടെ ഇത് അറിയാഞ്ഞിട്ടല്ലേ? ഈ ബിസിനസ്സിന് അവസരം കാണാത്ത വ്യക്തികളാണ് നമ്മളെ പലപ്പോഴും ഉപദേശിക്കുന്നത്. രക്ഷിക്കാനാണെന്നും പറഞ്ഞിട്ട് കുറെ വീഡിയോകളൊക്കെ അയച്ചു വിടുന്നതൊക്കെ. പക്ഷെ അത് എനിക്കൊരു ഹരമായിരുന്നു കേട്ടോ. സമയം പോക്കായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അപ്പൊ എന്താണെന്നറിയോ? അതിന്റെ ലിങ്ക്ഡ് ആയിട്ട് വേറെ നല്ല വീഡിയോകളും വരും. അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട്. അത് ചാലഞ്ച് ചെയ്യണമെന്ന് എനിക്ക് വിഷയമായിരുന്നില്ല. കാരണം എല്ലാം നമ്മൾ അറിയണം എന്നുള്ളൊരു മൈൻഡ്. പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവന്നത് ഫിജിക്കാട്ടി വന്നതാണ്. അപ്പോഴാണ് കുറച്ച് മുമ്പ്